السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഏരിയ ഓഫ് സർക്കിളാണ്. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് സർക്കുംഫറൻസ് ഓഫ് സർക്കിൾ എങ്ങനെയാണ് കാണേണ്ടതും എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഏരിയ ഓഫ് സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം. ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഭാഗം. അപ്പോൾ ഇങ്ങനെ ഏരിയ കാണേണ്ട ഗതികേട് പല സ്ഥലങ്ങളിലേക്കും നമുക്ക് വരുന്നുണ്ട്. ഉദാഹരണത്തിന്, വീട്ടിലൊരു റൗണ്ടിലുള്ള സർക്കിൾ രൂപത്തിലുള്ള ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിൽ പോളിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാൻ, അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് മോഡലിലൊരു പരവതാനി വിരിക്കാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര വലിപ്പത്തിലുള്ള ഒരു കാർപ്പറ്റ് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഇത് എത്ര ഏരിയ ഉണ്ട് എന്ന് നാം ആദ്യം കാണേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് ഏരിയ കാണുന്ന പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏരിയ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, ഇവിടെയൊക്കെ പെരിമീറ്റർ കണ്ടാൽ പോരെ, ഏരിയ തന്നെ കാണണം. അപ്പോൾ ഏരിയ കാണേണ്ട ഒരു രീതി നിങ്ങൾ ഫിഗർ പോയിൻ്റ് 11.34 എന്ന ചിത്രത്തിൽ കാണുന്നുണ്ടാകും. അതായത് ഒരു റൗണ്ട് വരയ്ക്കുക. റൗണ്ട് ഒരു ഇതുപോലെയുള്ള കൃത്യമായ ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക. ഗ്രാഫ് പേപ്പർ എന്ന് പറയുമ്പോൾ അത് 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയറുകളായിരിക്കും അതിലുണ്ടാകുക. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്വയറിൻ്റെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഏകദേശം എത്ര സ്ക്വയറുകളുണ്ട് എന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 36 സ്ക്വയറാണ് അതിനുള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ 36 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അതിൻ്റെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഒരു ഉദാഹരണമാണ്. ഇതൊരു മെത്തേഡാണ്, സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു മെത്തേഡാണത്. മറ്റൊരു മെത്തേഡ് താഴെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും ഫിഗർ പോയിൻ്റ് 11.35. അവിടെ ഒരു സർക്കിൾ തന്നു. ആ സർക്കിളിനെ കൃത്യമായി 8 ഭാഗങ്ങളാക്കി തിരിച്ചു. രണ്ടാമത്തെ ചിത്രം 8 ഭാഗങ്ങളാക്കി തിരിച്ചു. ആ 8 ഭാഗങ്ങളിലും ഓരോ ഭാഗങ്ങളെയും എടുത്തുകൊണ്ട് ഫിഗർ പോയിൻ്റ് 11.36 കാണുന്നത് പോലെ വെച്ചു. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പാരലലോഗ്രാമിൻ്റെ അതുപോലെ തോന്നിക്കുന്ന രൂപമാണ് അവിടെ ഉള്ളത്. ആ 8 ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളായി അടുക്കി വെച്ചപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ അതുപോലെയുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം കിടക്കുന്നത് അതിൻ്റെ താഴെ, അതുപോലെ മുകളിലും, താഴെയും മുകളിലും ഒരു കർവ് അവിടെ കാണുന്നുണ്ട്. ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടില്ല, ചെറിയ വളവുകൾ ഉള്ളതുകൊണ്ട് ആ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിന് നാം ഇവിടെ മറ്റൊരു മാർഗം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, 8 ഭാഗം എന്നുള്ളത് മാറ്റിയിട്ട് 64 ഭാഗങ്ങളാക്കി മാറ്റി. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ച് 64 ഭാഗങ്ങളാക്കി മാറ്റി. 64 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ മൂലയിലുള്ള ആ സർക്കിൾ മോഡൽ, അവിടെ ഒരു വളവ് അവിടെ വരില്ല. കൃത്യമായൊരു റെക്റ്റാങ്കിളാക്കി നമുക്ക് എടുക്കാൻ കഴിയും. അതിൻ്റെ രണ്ടാമത്തെ ചിത്രം ആ ഓരോ ഭാഗങ്ങളും അടുക്കി വെച്ചതാണ്. ഓക്കെ, ആ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അടുക്കി വെച്ച ഭാഗങ്ങൾ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു
റെക്റ്റാങ്കിളായി നമുക്കവിടെ ലഭിച്ചു. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈ രണ്ടും സെയിമാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെയും അതുപോലെ അതിന് മുമ്പുള്ള സർക്കിളിൻ്റെയും ഏരിയ രണ്ടും സെയിമാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് ആണ്, കാണുന്നുണ്ടാവും. റേഡിയസ് ആണ് ഇവിടുത്തെ ബ്രെഡ്ത്ത്. ഓക്കെ. അതുപോലെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ സർക്കുംഫറൻസ് ആണ്. സർക്കുംഫറൻസ് ആണ് നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചത്. അപ്പോൾ സർക്കുംഫറൻസിൻ്റെ പകുതിയായിരിക്കും ഇതിൻ്റെ ലെങ്ത്ത്, ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ. കാരണം ആ സർക്കുംഫറൻസിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗം മറ്റൊരു ഭാഗത്തായിട്ടുള്ളത്. ഈ റെക്റ്റാങ്കിളിൽ ഒരു ഭാഗത്ത് സർക്കുംഫറൻസിൻ്റെ പകുതിയും മറ്റൊരു ഭാഗത്ത് സർക്കുംഫറൻസിൻ്റെ പകുതിയാണുള്ളത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്, എൽ ഇൻറ്റു ബി. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസ് ആണ്. അതുപോലെ എല്ല് ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കുംഫറൻസിൻ്റെ പകുതിയാണ്. അപ്പോൾ സർക്കുംഫറൻസ് കാണേണ്ട രീതി നാം പഠിച്ചിട്ടുണ്ട്. 2πr എന്നാണ്. 2πr ആണ് ഒരു സർക്കിളിൻ്റെ സർക്കുംഫറൻസ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് 2πr. ഹാഫ് 2πr ആണ് ആ കണ്ടു കഴിഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് 2πr ഇൻറ്റു ആർ റേഡിയസ്. അപ്പോൾ ഹാഫ് 2πr, 2 പൈയുണ്ട് 2 ആറുണ്ട്. 2πr അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1 പൈയും അതുപോലെ 1 റേഡിയസും. ഓക്കെ. അപ്പോൾ 1 പൈയും 1 റേഡിയസും ഇൻറ്റു വീണ്ടും 1 റേഡിയസ്, കാരണം അവിടെ ബ്രെഡ്ത്ത് നമുക്ക് കൂട്ടാനുണ്ട്. അപ്പോൾ ഇൻറ്റു 1 റേഡിയസും കൂടി കൂട്ടിയപ്പോൾ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ എന്നാണ്. റേഡിയസിൻ്റെ സ്ക്വയറാണ് റേഡിയസ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് ലഭിച്ചു. ഓക്കെ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ, റേഡിയസ് ഇൻറ്റു റേഡിയസ്. ഓക്കെ. പൈ ആർ സ്ക്വയർ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സർക്കുംഫറൻസ് കാണേണ്ട രീതി പഠിച്ചു, അതുപോലെ ഏരിയയും കാണേണ്ട രീതി പഠിച്ചു. ഒരു സർക്കിളിൻ്റെ സർക്കുംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അതുപോലെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് എക്സാമ്പിളുകൾ നോക്കാം. എക്സാമ്പിൾ 17. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ കാണുക. അവിടെ പൈ എന്നുള്ളത് 3.14 എന്ന് എടുക്കുക. സൊല്യൂഷൻ, അതിൻ്റെ ആൻസർ റേഡിയസ് 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു റേഡിയസ് സ്ക്വയർ. റേഡിയസ് 30 ആണ്. അപ്പോൾ 30 സ്ക്വയർ. അപ്പോൾ 30 ഇൻറ്റു 30 അതാണല്ലോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. 30 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 900 ആണ്. 900ത്തെ 3.14 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2826 എന്ന് ലഭിക്കും. അപ്പോൾ 2826 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് മനസ്സിലായി. ഇനി എക്സാമ്പിൾ 18 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എക്സാമ്പിൾ 18. ഡയാമീറ്റർ ഓഫ് എ സർക്കുലർ ഗാർഡൻ ഈസ് 9.8 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഒരു സർക്കുലർ രൂപത്തിലുള്ള ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിൻ്റെ ഡയാമീറ്റർ 9.8 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗാർഡനിൻ്റെ ഏരിയ കാണാനാണ്. അപ്പോൾ സൊല്യൂഷൻ, ഡയാമീറ്റർ
9.8 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് πr² ആണ്. അപ്പോൾ റേഡിയസ് നമുക്ക് എന്തായാലും കിട്ടണം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയാമീറ്ററിൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ 9.8നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4.9 മീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ ഈ ഗാർഡൻ്റെ റേഡിയസ് 4.9 മീറ്ററാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഏരിയ കാണാൻ πr² പൈ 22/7 ഇൻറ്റു 4.9 സ്ക്വയർ. 4.9 ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ സ്ക്വയർ 4.9 സ്ക്വയർ നമ്മൾ നോക്കിയിട്ട് പിന്നെ 22/7 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ് നോട്ട് ബുക്കിൽ. 75.46 മീറ്റർ സ്ക്വയർ എന്ന് ലഭിക്കും. അപ്പോൾ ഈ സർക്കുലർ ഗാർഡൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 75.46 മീറ്റർ സ്ക്വയർ ആണ് എന്ന് ലഭിച്ചു. ഇനി എക്സാമ്പിൾ 19 ഈ കാണുന്ന ചിത്രത്തിൽ 2 സർക്കിളുകളുണ്ട്. ദി അഡ്ജോയിനിങ് ഫിഗർ ഷോസ് 2 സർക്കിൾസ് വിത്ത് ദി സെയിം സെൻറ്റർ. ഒരേ സെൻറ്റർ തന്നെയാണ് 2 സർക്കിളുള്ളത്. അപ്പോൾ ഒരേ സെൻറ്ററുള്ള 2 സർക്കിളുകൾ അവിടെ ഉണ്ട്. ദി റേഡിയസ് ഓഫ് ദി ലാർജർ സർക്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ. ആ വലിയ സർക്കിൾ പുറത്തുള്ള ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഉള്ളിലുള്ള ചെറിയ സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, വലിയ സർക്കിളിൻ്റെ ഏരിയ കാണുക. രണ്ടാമത്തത് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കാണുക. അതുപോലെ മൂന്നാമത്തത് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഷെയ്ഡ് ചെയ്യപ്പെട്ട ഭാഗത്തിൻ്റെ ഏരിയയും കാണുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ റേഡിയസ് ഓഫ് ദി ലാർജർ സർക്കിൾ, വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr², അതായത് പൈ 3.14 ഇൻറ്റു 10 ഇൻറ്റു 10. റേഡിയസ് 10 അപ്പോൾ അതിൻ്റെ സ്ക്വയർ 10 ഇൻറ്റു 10. 10 ഇൻറ്റു 10 3.14നെ 10 കൊണ്ട് ഗുണിച്ചാൽ 31.4 ആകും. അതിനെ വീണ്ടും 10 കൊണ്ട് ഗുണിച്ചാൽ 314 ആയി. അപ്പോൾ 314 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വലിയ സർക്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഇനി ചെറിയ സർക്കിളിൻ്റെ ഏരിയ ആണ് രണ്ടാമതായി കാണാൻ പറഞ്ഞത്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ πr² എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു 4 ഇൻറ്റു 4. റേഡിയസ് 4 അപ്പോൾ r² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16. 16നെ 3.14 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 50.24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ലഭിച്ചു. ഓക്കെ, അപ്പോൾ വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 314 സെൻറ്റിമീറ്റർ സ്ക്വയർ. ചെറിയ സർക്കിളിൻ്റെത് 50.24 സെൻറ്റിമീറ്റർ. ഇനി ആ ഷെയ്ഡ് ചെയ്യപ്പെട്ട ഭാഗത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ ഷെയ്ഡ് ചെയ്യപ്പെട്ട ഭാഗത്തിൻ്റെ ഏരിയ ലഭിക്കും. അപ്പോൾ 314ൽ നിന്ന് 50.24 സെൻറ്റിമീറ്റർ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ലഭിക്കും 263.76 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ ഷെയ്ഡ് ചെയ്യപ്പെട്ട ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 263.76 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണേണ്ട രൂപം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് എക്സസൈസ് 11.3 ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ എഴുതി വരാൻ പറഞ്ഞിരുന്നു. അത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എക്സസൈസ് 11.3 ബാക്കിയുള്ള എക്സസൈസ് അടുത്ത ക്ലാസ്സിന് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.